ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ചാട്ടാണ് ഉണ്ടാക്കുന്നത്, ബേൽ. ആദ്യം തന്നെ നമുക്ക് ബേലിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആവശ്യമെന്ന് നോക്കാം. ഞാനിവിടെ സേവ് എടുത്തിട്ടുണ്ട് 2 ടൈപ്പ്, സവാള, തക്കാളി, പിന്നെ 2 ചട്നി. അത് ഞാൻ പാനിപൂരിയുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പാനിപൂരിയുടെ വീഡിയോ എടുത്ത് നോക്കുക, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ പൊരി എടുത്തിട്ടുണ്ട്. പൊരി ഒരു 4 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് പൊരി ഒരു വലിയൊരു പാത്രം, നല്ലോണം ഇളക്കാൻ പറ്റിയൊരു പാത്രം എടുക്കണം. ഒരു അത്യാവശ്യം വലിപ്പമുള്ളത് പാത്രം എടുത്തിട്ട് ആദ്യം സവാള ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് തക്കാളി, ഇത്ര ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് 2 ടൈപ്പ് സേവ് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇനിയിപ്പോൾ സേവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിക്സ്ചർ ആഡ് ചെയ്താലും നല്ലതായിരിക്കും. നല്ലോണം മിക്സ് ചെയ്യുക, നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം ഗ്രീൻ ചട്നി ആഡ് ചെയ്യുക. ഗ്രീൻ ചട്നിയുടെ റെസിപ്പി പാനിപൂരി വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തുണ്ട്. അത് ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, അതെടുത്ത് നോക്കുക. അതേപോലെ തന്നെ പുളിയുള്ള ചട്നിയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പാനിപൂരിയുടെ വീഡിയോയിലൊപ്പം. രണ്ടും നല്ലോണം ആഡ് ചെയ്യുക. നല്ലോണം ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ ചട്നിക്കൊക്കെ ഉപ്പുള്ളത് കൊണ്ടാണ് ഉപ്പ് ആഡ് ചെയ്യാഞ്ഞത്. ആവശ്യമുള്ളവർക്ക് ഉപ്പും കൂടെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ 2 ചട്നിക്കും അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അവസാനം മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. മല്ലിയില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതേപോലെ ഉപ്പ് ടേസ്റ്റ് ചെയ്യുക. ഉപ്പും എരിവും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ചട്നിക്ക് ഉപ്പ് എരിവും ഉള്ളത് കൊണ്ടാണ് ആഡ് ചെയ്യാഞ്ഞത്. അവസാനം കുറച്ച് കപ്പലണ്ടിയും കൂടെ ആഡ് ചെയ്യാം. നല്ലോണം ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബേൽ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്